ശ്രീ എൻ സുഭാഷ് ബാബു, ഇതിനകത്ത് ഇപ്പോഴത്തെ തടസ്സം താങ്കൾ എന്താണ് കാണുന്നത്? ഇപ്പോൾ ഓരോ കേസായിട്ട് എടുത്ത് അന്വേഷിക്കേണ്ടി വരും. അങ്ങനെ FIR ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണോ? പക്ഷേ ഇതൊരു വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു മൊഴിയാണ്. അപ്പോൾ അതിൻ്റെ വിശ്വാസ്യതയിലേക്ക് ആദ്യം തന്നെ കടന്നു ചെന്നിട്ട് അന്വേഷണം തുടരുമല്ലേ വേണ്ടത്? അതിൽ പോലീസിൻ്റെ ഒരു മെല്ലെപ്പോക്ക് കാണുന്നുണ്ടോ? കേൾക്കുന്നില്ല ശ്രീ സുഭാഷ് ബാബു, കേൾക്കുന്നില്ല, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? അപ്പൊ കറക്റ്റ് ആയില്ലേ? കേൾക്കാം കേൾക്കാം. ശരിയാ. അല്ല, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് അന്വേഷണത്തിൽ അമാന്തം കാണിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെയുള്ള ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാല് അത് കളവാണെന്ന് പറയാൻ ആരെ കൊണ്ടും സാധ്യമില്ല. പോലീസും പറയാൻ പാടില്ല. പോലീസ് അത് ശരിയാണ് എന്നുള്ള രീതിയിൽ അന്വേഷിക്കുകയും അതിന് തെളിവ് ശേഖരണത്തിന് ശേഷം അത് കളവാണ് എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം കളവ് എന്ന് വിധി എഴുതാൻ പാടുള്ളൂ എന്നാണ് നിയമം പറയുന്നത്. അല്ലാണ്ട് പോലീസ് ആദ്യത്തെ മുഖവിലയ്ക്ക് തന്നെ അത് കളവാണ് അല്ലെങ്കിൽ വിശ്വസിക്കേണ്ട, അതിനെ പുള്ളി അന്വേഷിക്കണ്ട എന്ന് പറയാനുള്ള അധികാരമില്ല. പോലീസ് അന്വേഷിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഒരു വിവരം കിട്ടിയാൽ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് ഇങ്ങനെ ഒരു മൊഴി അവിടെ കിട്ടുന്നു. അത് നമ്മുടെ നിയമപ്രകാരം ഇപ്പൊ പുതിയ നിയമം അനുസരിച്ച് 153 വകുപ്പ് പ്രകാരം അവിടെ ഒരു കൺഫെഷൻ കോടതിയിൽ കൊടുത്തിരിക്കുന്നു. ആ കൺഫെഷന്റെ അടിസ്ഥാനത്തിൽ അല്ല, അദ്ദേഹം കൂടെ മറവ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഇതുവരെ മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് കൺഫെഷൻ ആയിട്ട് എടുക്കാം. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം ആ വ്യക്തിയെ ചോദ്യം ചെയ്ത് ആ വ്യക്തിയുടെ സഹായത്തോടു കൂടി എവിടെയാണ് അദ്ദേഹം മറവ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ കുറെ കേസുകൾ, അദ്ദേഹത്തിന് അറിയാവുന്ന കേസുകൾ, അത് ഇന്നിടത്ത് അനന്യാണ്, ഇല്ല സൗജന്യ ഇവിടാണ്, മറ്റവരെ ഇന്നതാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അറിയാമെന്നാണല്ലോ പറയുന്നത്. അത് ഇന്ന സ്ഥലത്താണെന്ന് കാണിച്ചു കൊടുക്കുകയും ആ സ്ഥലം സ്പോട്ട് ചെയ്തതിനു ശേഷം പോലീസ് ഇന്നയാളുടെ ശവം അല്ലെ ഇവിടെ ഈ സ്ഥലത്ത് മറവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലീസ് അല്ല അത് എടുക്കുന്നത്. അതിന് RDOയുടെ അടുത്ത്, റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് കൊടുക്കണം. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, അതായത് കളക്ടർ എടുത്തോ RDOയുടെ അടുത്തോ, അല്ലെങ്കിൽ അതിന് പ്രത്യേകമായി നിയോജിച്ചിരിക്കുന്ന ഏതെങ്കിലും തഹസിൽദാർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരായിരിക്കും ഉണ്ടാവുക. അവരുടെ അടുത്ത് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം അവരുടെ സാന്നിധ്യം, അവരാണ് ഇത് ചെയ്യുന്നത്, പോലീസ് അല്ല. പോലീസ് സഹായികളായിട്ട് നിൽക്കുക മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓരോന്ന് പുറത്തെടുക്കുകയും ആ വ്യക്തി ആരാന്ന് പറഞ്ഞ് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ അവിടെ പറ്റുന്ന ഏതെങ്കിലും, ചിലപ്പം കോട്ടണോ അതേമാതിരിയുള്ള വസ്ത്രങ്ങളൊക്കെയാണ്, ഇത് ഒന്നും ബാക്കി ഉണ്ടാവില്ല. എന്നാലും പോളിസ്റ്റർ ടൈപ്പ് വസ്ത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചെരുപ്പിന്റെ ഭാഗം ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ധരിച്ചിരിക്കുന്ന സ്ത്രീകളായതുകൊണ്ട് ഓർണമെന്റ്സിന്റെ ഭാഗം ഉണ്ടാവും. പിന്നെ അവരെ സംബന്ധിച്ചോളം മുടി എന്തായാലും നിർബന്ധമായിട്ടുണ്ടാവും. മുടി, നഖം, എല്ലുകള് ഒക്കെ എന്തായാലും അവിടെ ഉണ്ടാവും. ഇതൊക്കെ എടുത്തതിന് ശേഷം DNA പരിശോധനയ്ക്ക് ആവശ്യമായ രീതിയിൽ അവിടുന്ന് കിട്ടുന്ന തെളിവ് ശേഖരിച്ചതിന് ശേഷം ആരാണ് എന്നുള്ളത് അവരുടെ ബന്ധുക്കളുമായിട്ട് ഇത് DNA മറ്റു ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം ഇന്നയാളാണ് ഇത് ഈ സ്ഥലത്തുണ്ടായിരുന്നത്, കുഴിച്ചിടപ്പെട്ടത് എന്നുള്ള രീതിയിൽ തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു കേസ് വ്യക്തമായിട്ട്, ഒരു കൊലപാതകമോ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഒരു ശക്തമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇതൊക്കെ പോലീസിന് അറിയാവുന്നതാണല്ലോ. പോലീസിനും നിയമപാലനത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എവിടെയോ ഒരു തടസ്സം, പിന്നോട്ട് വലിക്കൽ നടക്കുന്നു എന്ന കാര്യം വ്യക്തമാണല്ലോ. ഇത്രയും ദിവസങ്ങളായി ഇപ്പോൾ ഒരു തലയോട്ടി കണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നു ഒരു ദിവസത്തെ പരിശോധനയിൽ. അന്നും പോലീസിനൊരു അമാന്തമുണ്ടായിരുന്നു. ഈ സാക്ഷിയെ അങ്ങോട്ട് കൊണ്ടുവരണമോ വേണ്ടയോ എന്നൊക്കെ കാര്യത്തിൽ ഒരു അമാന്തം ഉണ്ടായിരുന്ന ഒരു ദിവസമാണ് അന്ന്. അപ്പോൾ അവിടെയും ഒക്കെ ഒരു മെല്ലെപ്പോക്ക് ഇപ്പോഴും ഉണ്ടല്ലോ. ഇതൊന്നും അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ലല്ലോ പോലീസിന്. അല്ല, അത് നിർബന്ധമായിട്ട് എന്താ പറയുക, എക്സിമേഷൻ ആണ്. ഇതായത് മറവ് ചെയ്ത ശരീരം പുറത്തെടുക്കുന്ന ഒരു നടപടിക്രമമാണ് നമ്മളിവിടെ പോലീസ് മാനുവലിലാണ്. അപ്പൊ അതേപോലെ എല്ലാ സംസ്ഥാനത്തും അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് ഇത് ആരാണോ മറവ് ചെയ്തത്, അല്ലെങ്കിൽ മറവ് ചെയ്യാൻ ആ സമയത്ത് സാന്നിധ്യം, ഇപ്പോഴും ആരുമില്ല, അദ്ദേഹം മാത്രമല്ലേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം തന്നെ ഇത് കാണിച്ചു കൊടുക്കണം. ഇന്ന സ്ഥലത്ത് ഇവിടാണ്, ഇന്ന ആളെയാണ് മറവ് ചെയ്തത്, അല്ലെ ഇന്ന രീതിയിലുള്ള ഒരു വ്യക്തി ഞാനിവിടെ മറവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ആ സ്ഥലം സ്പോട്ട് ചെയ്തതിനു ശേഷം ആ സ്ഥലം കുഴിച്ച് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെ ബോഡി പുറത്തെടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലീസാണ് റിപ്പോർട്ട് കൊടുക്കുക. അതിന്റെ അടിസ്ഥാനത്തിലാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആരാണോ അദ്ദേഹം അത് പുറത്തേക്ക് എടുക്കുന്ന പ്രക്രിയ നടത്തേണ്ടത്. പോലീസ് അമാന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ സാക്ഷിയുടെ, ഈ ശുചീകരണ തൊഴിലാളിയുടെ സഹായത്തോടുകൂടി സ്ഥലം ഐഡന്റിഫൈ ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുക. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവിടെ മണ്ണ് മാന്തി പരിശോധിച്ച് അവിടെ നിന്ന് കിട്ടുന്ന തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുന്നതിന് ഒരു തടസ്സവും പോലീസിനല്ല. പോലീസ് അടിയന്തരമായിട്ട് ചെയ്യേണ്ടതാണ്. ഏതൊക്കെ സ്ഥലം ഐഡന്റിഫൈ ചെയ്യുന്നു ആ സ്ഥലമൊക്കെ ഇതേമാതിരി കുഴിച്ച് അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്ന, ശേഖരിക്കാൻ പറ്റുന്ന തെളിവുകൾ ശേഖരിക്കണം. അതല്ലാണ്ട് നമ്മള് കലപ്പിൽ ഇപ്പം നമ്മള് ചേന, ചേമ്പ് അതൊക്കെ പറമ്പിൽ നിന്ന് കളയ്ക്കുന്ന മാതിരി ഇത് ചെയ്യാൻ പറ്റില്ല.
അത് വ്യക്തമായിട്ട് സ്പോട്ട് ചെയ്തിട്ട് മാത്രം ചെയ്യാവുന്ന പ്രക്രിയയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പോസ്റ്റ്മോർട്ടം നടത്തുകയും പിന്നെ അതിന്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഐഡന്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ഐഡന്റിഫിക്കേഷൻ അടിസ്ഥാനത്തിൽ ആളിൻ്റെതാണെന്ന് നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം ബാക്കി തെളിവുകൾ, കാരണം അദ്ദേഹത്തിന് പ്രതികളെ ഇത് ചെയ്യാൻ സാധ്യതയുള്ള പ്രതികളും ഗാങ്ങുകളും ഒക്കെ അദ്ദേഹത്തിന് അറിയാമെന്ന് പറയുന്നുണ്ട്. അവരെ വിളിച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കുറെ കേസുകളെങ്കിലും ശരിയായ രീതിയിൽ പോലീസിന് അന്വേഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അത് പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെ ഇതേമാതിരിയുള്ള ശക്തമായ ജനരോഷവും ശരിയാണ്. ആക്ഷൻ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്, അതൊരു വലിയ കാര്യം തന്നെയാണ്. അവർ പരമാവധി ഇത്തരത്തിലുള്ള പരാതികൾ സമാഹരിക്കുവാനും ശ്രമിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം തിരോധാനങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ പോലീസ് അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ മാധ്യമപ്രവർത്തകനായ ശ്രീ വിനോദ് മേക്കോത്ത് കൂടി ചേരുകയാണ്.